നമ്മുടെ വിഷയം മലയാള ഭാഷയുടെ ഉത്ഭവവും വികാസവും. മലയാളം ഒരു രാത്രിയിൽ പിറന്ന ഭാഷയല്ല. അത് പതുക്കെ വളർന്ന് ഭൂപ്രകൃതി, സംസ്കാരം, നൂറ്റാണ്ടുകളായുള്ള ചരിത്രം ഇവയൊക്കെയാണ് അതിനെ രൂപപ്പെടുത്തിയത്. പുരാതന കാലത്ത് ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ സംസാരിച്ചിരുന്നത് പഴയ തമിഴിന്റെ പടിഞ്ഞാറൻ രൂപമായിരുന്നു. ഇത് വ്യക്തമായി കാണാം ക്രിസ്തുവിന് മുൻപ് 300 മുതൽ ക്രിസ്തുവർഷം 300 വരെയുള്ള സംഘകാല സാഹിത്യത്തിൽ. ചേരരാജാക്കന്മാരെയും കേരളത്തിന്റെ പ്രകൃതിയെയും നദികളെയും തുറമുഖങ്ങളെയും തമിഴ് കവിതകളിൽ വരച്ചു കാട്ടുന്നു. ഭൂമിശാസ്ത്രം നിർണായകമായി. പശ്ചിമഘട്ടം ഒരു പ്രകൃതിദത്ത മതിലായി കേരളത്തെ തമിഴ് കേന്ദ്രഭൂമിയിൽ നിന്ന് വേർതിരിച്ചു. ഇവിടെ സംസാരിച്ച ഭാഷയ്ക്ക് സ്വന്തം ദിശയിൽ വളരാൻ അവസരം നൽകി. 6-ാം നൂറ്റാണ്ടിന് ശേഷം ഈ പടിഞ്ഞാറൻ തമിഴ് മാറിത്തുടങ്ങി. പ്രാദേശിക ശബ്ദങ്ങളും പ്രയോഗങ്ങളും വാക്യഘടനകളും ചേർന്നു. ഇതാണ് പഴയ മലയാളം. സംസ്കൃതത്തിന്റെ സ്വാധീനം വലിയ വഴിത്തിരിവായി. ക്ഷേത്രങ്ങൾ, രാജ്യസഭകൾ, ബ്രാഹ്മണ കുടിയേറ്റങ്ങൾ അനേകം സംസ്കൃത പദങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. തമിഴിനോട് വ്യത്യസ്തമായി മലയാളം സംസ്കൃതത്തെ തുറന്ന മനസ്സോടെ സ്വീകരിച്ചു. ദ്രാവിഡ അടിത്തറയിൽ ക്ലാസിക്കൽ പാരമ്പര്യം ചേർന്ന് അതിന്റെ പ്രത്യേക തിരിച്ചറിവ് രൂപപ്പെട്ടു. 9 മുതൽ 13-ാം നൂറ്റാണ്ടുകളിലേക്ക് വാഴപ്പള്ളി ക്വിലോൺ ശാസനങ്ങൾ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയാണെന്ന് തെളിയിക്കുന്നു. ലിപിയും വികസിച്ചു. തമിഴ് ബ്രാഹ്മിയും വട്ടെഴുത്തും തുടർന്ന് ഗ്രന്ഥലിപിയും ചേർന്ന് ആധുനിക മലയാള ലിപിയായി. സാഹിത്യം ഭാഷയോടൊപ്പം വളർന്നു. രാമചരിതം, മണിപ്രവാളം മാറ്റത്തിന്റെ ഘട്ടങ്ങൾ കാണിച്ചു. 15-ാം നൂറ്റാണ്ടിന് ശേഷം ചെറുശ്ശേരി പോലുള്ള കവികൾ ജനഭാഷയും വികാരവും കവിതയാക്കി. അച്ചടി, വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, ഗദ്യശൈലിയും വ്യാകരണവും ആധുനിക മലയാളത്തെ രൂപപ്പെടുത്തി. ഇന്ന് മലയാളം പ്രശംസിക്കപ്പെടുന്നത് അതിന്റെ പ്രകടനശേഷിക്കും പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവിനുമാണ്. സന്ദേശം വ്യക്തമാണ്. മലയാളം ഒരു ഭാഷ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവനുള്ള യാത്രയാണ്. ആ യാത്ര ഇന്നും തുടരുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.